അപ്പൊ ആണ്ട് നടത്താൻ നല്ലത്, മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങൾക്കല്ല. പറയുടെ ചങ്ങായി ഉഹദീങ്ങളെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളൂ ചങ്ങായിമാരെ. അതൊന്നും കൂടി നല്ലോ. കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങും. ഇതിപ്പോ ഞാൻ എന്താണ്ട് നടത്തിയാലും വൈകുന്നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങൾക്കല്ല. പറയുടെ ചങ്ങായി ഉഹദീങ്ങളെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളൂ ചങ്ങായിമാരെ. അതൊന്നും കൂടി നല്ലോ. കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങും. ഇതിപ്പോ ഞാൻ എന്താണ്ട് നടത്തിയാലും വൈകുന്നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. ഖാസിമി ഉസ്താദിന്റെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ, അഥവാ ബദരീങ്ങളെ ഇകഴ്ത്തുന്ന രീതിയിൽ, തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയ വേദന തോന്നുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയാണ്. കാരണം മുസ്ലിമീങ്ങൾക്കും ബദരീങ്ങൾക്കും ഇടയിലുള്ള കടപ്പാട്, അഥവാ മുസ്ലിമീങ്ങൾക്ക് ബദരീങ്ങളോടുള്ള കടപ്പാട് അത് ചെറുതൊന്നുമല്ല. അത് എത്ര അവരെ മഹത്വൽക്കരിച്ചാലും, അവരെക്കുറിച്ച് ആണ്ട് നടത്തിയാലും, എത്ര അവർക്ക് വേണ്ടി ഖത്മ ഓതിയാലും, യാസീൻ ഓതിയാലും, മൗലിദ് ഓതിയാലും ആ കടപ്പാട് അവസാനിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ ഇന്ന് മുസ്ലിമായിട്ട് ഇവിടെ ഉണ്ടാകാൻ തന്നെ കാരണം ബദരീങ്ങളാണ്. ഇവിടെ ഖാസിമി ഉസ്താദ് പറഞ്ഞത് എന്താ? ഉഹദീങ്ങളാണ് ഏറ്റവും കൂടുതൽ ആണ്ട് നടത്താൻ അർഹരായിട്ടുള്ളത്. ഉഹദീങ്ങളെ ഇകഴ്ത്തുകയല്ല, അവർക്ക് മഹത്വമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉഹദ് രണാങ്കണം ഉണ്ടായത് തന്നെ ബദരീങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അഥവാ ബദർ യുദ്ധം നടന്ന് അതിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഉഹദ് ഉണ്ടായത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലേ ബദർ രണാങ്കണത്തിന്റെ തൊട്ടു മുമ്പായിട്ട്? അവിടുന്ന് ദുആ ചെയ്ത ആ ദുആയിൽ കണ്ടില്ലേ നിങ്ങൾ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ. ഇന്ന് ഈ സംഘത്തെ അല്ലാഹുവേ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഇവിടെ ഒരൊറ്റ മുസ്ലിം ഉണ്ടാവില്ല. അല്ലാഹ് എന്ന് പറയാൻ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങൾ ഈ ഭൂമിയിൽ പിന്നീട് ഉണ്ടാവാൻ തന്നെ കാരണം ബദരീങ്ങളാണ്. അഥവാ ആ ബദറിന്റെ വിജയം കൊണ്ട് മാത്രമാണ് ഉഹദ് ഉണ്ടായിട്ടുള്ളത്. ശേഷമുള്ള മുസ്ലിമീങ്ങൾ തന്നെ ഉണ്ടായത് ആ ബദരീങ്ങളെ കൊണ്ടാണ് എന്ന കാര്യം നാം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബദരീങ്ങളെ ഇകഴ്ത്തുന്ന രീതിയിൽ, തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലും ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ നാം മഹത്വവൽക്കരിക്കണം എന്ന് കരുതിയിട്ട് സ്വഹാബത്തിനെ നാം ഇകഴ്ത്താൻ പാടില്ല. ഇന്ന് ബദരീങ്ങൾ ആണ്ടാണല്ലോ, ഇന്ന് നമ്മൾ മൗലിദ് ഓതുന്നു, ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങുന്ന ആ ബദരീങ്ങളെ നാം പാടിയും പറഞ്ഞും അനുസ്മരിക്കുകയാണ്. പക്ഷേ എത്ര പാടിയാലും, എത്ര പറഞ്ഞാലും, എന്ത് ചെയ്താലും ആ ബദരീങ്ങളോടുള്ള കടപ്പാട് നമുക്ക് അവസാനിക്കുകയില്ല. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ഈ പറയുന്ന ഖാസിമി ഉസ്താദ് തന്നെ കുറച്ച് മുമ്പ്, അഥവാ വർഷങ്ങൾക്ക് മുമ്പ് ബദരീങ്ങളെ ഇകഴ്ത്തുന്നതിനെ കുറിച്ച്, ആ ഇകഴ്ത്തുമ്പോൾ അതിലൊക്കെയുള്ള അത്ഭുതം പ്രകടിപ്പിച്ചത് ഓർക്കുകയാണ്. എന്തുകൊണ്ട് ആ സന്ദർഭത്തിൽ ഭൂമിയിൽ നല്ല സഹായിച്ച ആളുകൾ ബദരീങ്ങൾ മാത്രമാണ്. അവരെ സ്ഥാനം ഈ ലോകത്താർക്കില്ല. പിന്നെ അവരെ നിഷേധിക്കാന്ന് പറഞ്ഞാല്, അവരെ നിസ്സാര, എന്താ പിന്നെ അതിനൊക്കെ മഴ പറയുന്നത്? ചിന്തിക്ക്. لعل الله اطلع على أهل بدر فقال يعملوا ما شئتم. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷല്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും ശിക്ഷല്ല. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി അറിയാതെ കത്ത് മക്കയിലേക്ക് കൊടുത്തയച്ചു. നബി അറിയാതെ ഒരു കത്ത് മക്കക്കാർക്ക് കൊടുത്തയച്ചു. മക്കയും നബിയും തമ്മിൽ ശത്രുതയിൽ ജീവിച്ചിരിക്കുന്ന, നിലനിൽക്കുന്ന കാലത്ത് നബി അറിയാതെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഒരു കത്ത് മുത്തുനബി അറിയാതെ മക്കത്തേക്ക് കൊടുത്തയച്ചു. മുഅ്ജിസത്ത് കൊണ്ട് ആ കത്ത് പിടികൂടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ റൗളത്ത് ഖാഖ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു പെണ്ണിൽ നിന്ന് ആ കത്ത് പിടികൂടുകയും ചെയ്തു. സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അതോടുകൂടെ പ്രശ്നമായി. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി വന്നപ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരാൻ വേണ്ടി ഓടി. മിണ്ടൂലടാ, ഞാൻ മുത്തുനബിയെ ചതിച്ചില്ലടാ.
മുത്തുനബി അറിയാതെ കത്ത് കൊടുത്തയച്ചവനെ നീ മുത്തുനബിയെ ചതിച്ചില്ലേ, വിടൂലടാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് പാഞ്ഞെടുത്തപ്പോൾ ഫഖാലൻ നബി, പള്ളിയിലെ മറ്റേ വാതിലൂടെ കയറി വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തർഫഅ സൈഫക, വാളെടുക്കല്ലേ, വാളുയർത്തല്ലേ ഉമറേ, തൊട്ടു പോകരുത്, ഇന്നഹു മിൻ അഹ്ലി ബദർ, ബദറിൽ പങ്കെടുത്ത മനുഷ്യനാണ് കേട്ടോ, തൊട്ടു പോകരുത് ഉമറേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ നീ പറയാനുള്ളത്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹൃദയമുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവർക്കുള്ള വയലുവാണിത്, എല്ലാവർക്കുള്ള വയലല്ല ഇത്, ഹൃദയമുള്ളവർക്കുള്ള വയലാണ്. അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ. ഹൃദയം നശിച്ചു അല്ലാതെ ദുനിയാവിലുള്ള എല്ലാവർക്കും ഓതി കൊടുക്കാനൊന്നും കഴിയൂല. മുഅ്മിനീങ്ങൾ ചിന്തിക്കുക, മുഅ്മിനെ ചിന്തിക്കണം. അല്ലാത്തവർക്കൊന്നും ഇവിടെ അവരെന്നും സംശയം തീർക്കാൻ കഴിയൂല, ആരെ സംശയം തീർക്കാൻ കഴിയില്ല. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള വയലാണ്. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ചിന്തിക്ക് മുഅ്മിനെ, നിങ്ങൾ എന്താണ് അവരുടെ സ്ഥാനം, എന്താണ് ആ സ്ഥാനം? സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായം പറഞ്ഞുണ്ടാക്കിയില്ലേ? അപ്പോൾ മോശമായ വർത്തമാനം പറഞ്ഞുണ്ടാക്കി സഫ്വാൻ ഇബ്നു മുഅത്തലിനെ കുറിച്ച് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ട് എന്നെ മുത്തുനബി പറഞ്ഞത്, എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് സഫ്വാനെ പറ്റി തോന്നിയാസം പറയാൻ? ഇന്നഹു മിൻ അഹ്ലി ബദർ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ സഫ്വാൻ എന്ന് പുണ്യ റസൂൽ മുസ്തഫ തോന്നിയാസം പറഞ്ഞുണ്ടാക്കി. ഇല്ലാത്തത് തോന്നിയാസം പറഞ്ഞുണ്ടാക്കിയ സഫ്വാൻ ബിൻ മുഅത്തലിനെ കുറിച്ച് മദീന പള്ളിയിലെ മിമ്പറിൽ കയറി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടില്ലേ സദസ്സിന്റെ നേരെ മുത്ത് മുഹമ്മദ് മുസ്തഫ? കൈഫ അൻതും തജാറൂന അലൈഹി, എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക്? ഇന്നഹു മിൻ അഹ്ലി ബദർ, ഇത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയെ കുറിച്ച് തോന്നിയാസം പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ കഴിയും? മുഅ്മിനീങ്ങളല്ല പറഞ്ഞു മുൻപാക്കിയ മുനാഫിഖീങ്ങളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക് മുഅ്മിനീങ്ങളെ, ബദരീങ്ങൾ സാധാരണ ആളുകളല്ല, ഒരു വല്ലാത്തൊരു കൂട്ടർ. എന്തിനപ്പ അതൊക്കെ പറയുന്നത്? ബദറിൽ സഹായിച്ച മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല. അള്ളാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബദറിൽ പങ്കെടുത്ത മലക്കുകൾ 5000 മലക്കുകളെ അള്ളാഹു ബദറിൽ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ആ അവസ്ഥ നമുക്ക് ഏറ്റി തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾ ബദരീങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ് മലക്കുകൾ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് നൽകാറുള്ളത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ബദറിൽ പങ്കെടുത്ത മലക്കാണെന്ന് പറഞ്ഞാൽ മലക്കുകളിൽ ഒരു പ്രത്യേക സ്ഥാനമാണ്. ബദറിൽ പങ്കെടുത്ത ആളാണ് ആ മലക്ക് അലൈഹിസ്സലാം. ഒരു വല്ലാത്ത ദർജയാണ്. അകക്കണ്ണ് തുറന്നൊന്ന് കേട്ടോ, അകക്കണ്ണു ഫൈനാ لا تعمل الأبصار ولكن تعمل القلوب التي في الصدور. മുഖത്തെ കണ്ണ് പൊട്ടിയാൽ ഒന്നും വരാനില്ല, ഹൃദയത്തിന്റെ കണ്ണ് പൊട്ടിയാൽ പൊട്ടി. സൂറത്തുൽ ഹജ്ജിൽ പരിശുദ്ധ ഖുർആൻ ഖാല അല്ലാഹു അസ്സ വജൽ, ഈ കണ്ണ് പൊട്ടിയാലൊന്നും നഷ്ടപ്പെടാനില്ല. പോത്തിന് നഷ്ടപ്പെട്ടതേ നഷ്ടപ്പെടുക, പോത്തിനുണ്ട്. ഇത് മുഅ്മിനിന് ഉണ്ടാവും. ഇത് പോത്തിന്റെ കണ്ണാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ബദരീങ്ങളെ ആണ്ട് നടക്കുകയാണ്. ഈ ദിവസം എത്രത്തോളം അവരെ അനുസ്മരിക്കാൻ കഴിയുന്നോ അത്രത്തോളം നാം ചെയ്യണം. അതൊക്കെ നമുക്കും അവർക്കും ഇടയിലുള്ള വലിയൊരു കടപ്പാടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ച് GCC പോലെയുള്ള
വിവിധ രാജ്യങ്ങൾക്ക് ഇപ്പോൾ വലിയ ഭീഷണിയാണ്, യുദ്ധ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദർ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം ശാന്തിയായി ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം വർഷിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു.